ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്നലെ താനൂര് ദേവദാർ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, അതായത് ഫാത്തിമ ഷഹദയും അതുപോലെ അശ്വതിയും കാണാനില്ല. അവർ ഇന്നലെ എക്സാമിനാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം അവരെ കാണാനില്ല എന്നതായിരുന്നു. അതായത് എക്സാം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് അധ്യാപകർ വിളിക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടുകാരെ ഈ ഒരു കാര്യം അറിയുന്നത്. അപ്പോൾ ഫാത്തിമ ഷഹദയും അശ്വതിയും കൂടെ എങ്ങോട്ട് പോയി എന്നൊന്നും ആർക്കും അറിയില്ല. പിന്നെ ചില ആളുകൾ പറയുന്നു എക്സാമിൻ്റെ ടെൻഷൻ കാരണമായിരിക്കും അവർ ചിലപ്പോൾ പരീക്ഷ എഴുതാതെ മാറി നിന്നതായിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഫാത്തിമ ഷഹദയുടെ ഉമ്മ പറയുന്നു അവൾക്ക് എക്സാമിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല, അവൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്നാണ് ആ ഉമ്മ പറയുന്നത്. അപ്പോഴേക്കും ന്യൂസിലിങ്ങനെ കാണുകയുണ്ടായി. ഇതവിടെ ഞാൻ ഫോട്ടോ വെക്കുന്നുണ്ട്. അതായത് പാൻറ്റും ഇതില്ലേ മാസ്ക് ഇട്ടത് ഫാത്തിമ ഷഹദയാണ്, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് അശ്വതിയാണ് കേട്ടോ. അപ്പോൾ ഇവര് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ആ ഒരു ക്യാമറയിൽ ഇവരെ കിട്ടി. അപ്പം ഇവരെവിടെയാ പോകുന്നതെന്നോ ഇവരെവിടെയാ പോയതെന്നോ എന്നൊന്നും ആർക്കും അറിയില്ല. ഇനി കുട്ടികൾ എക്സാമിൻ്റെ പേടിയിലാണ് പോയതെങ്കിൽ തിരിച്ചു വരിക. ഇനിയിപ്പം നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ എനിക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. അത് പറയണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. ആദ്യം ഈ വീഡിയോ കാണാം. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യം ലഭിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് താനൂർ ദേവദാർ സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും കാണാതാകുന്നത്. എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള നമ്പറിൽ നിന്ന് പെൺകുട്ടികളുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് താനൂർ SHO ജോണി ജെ മറ്റം പറഞ്ഞു. പെൺകുട്ടികൾ മിസ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വൈഡായിട്ടുള്ള സർക്കുലേഷൻ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഈ കുട്ടികളെന്ന് തോന്നുന്ന സമാനമായിട്ടുള്ള ആൾക്കാരെ കണ്ടതിനനുസരിച്ച് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോലീസുകാരെ അയച്ച് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം തിരൂര് റെയിൽവേ സ്റ്റേഷനും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഒക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് CCTV പോലീസുകാരെ പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രസന്റ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പെൺകുട്ടികളുടെ CDR പുതിയതായിട്ട് കിട്ടുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് എടുക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഡൗട്ട്, അതായത് എടവണ്ണപ്പാറയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്ന് പിന്നെ ഈ കുട്ടികൾക്ക് 2 പേർക്ക് കോള് പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, വീണ്ടും ഞാൻ ഈ കേട്ടത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിക്കണം കേട്ടോ. താനൂർ ദേവദാർ സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും കാണാതാകുന്നത്. എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള നമ്പറിൽ നിന്ന് പെൺകുട്ടികളുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് താനൂർ SHO ജോണി ജെ മറ്റം പറഞ്ഞു കേട്ടോ. അപ്പോ എന്തോ ഒരു കാര്യം ഉണ്ട് ഇതിന്റെ പിന്നില്, അല്ലാതെ ഈ കുട്ടികൾ ഇങ്ങനെ പോവില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പ്ലാനിങ് ഇല്ലാതെയും അല്ല അവർ ഇറങ്ങിയിരിക്കുന്നത്. കാരണം സ്കൂൾ യൂണിഫോമിലാണ് ഇവര് എക്സാം എഴുതാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ കോസ്റ്റ്യൂം അത് സ്കൂൾ യൂണിഫോം ആണോ? അല്ല. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ കുട്ടികൾ സേഫായിട്ട് അവരുടെ പാരൻസിൻ്റെ അടുത്തേക്ക് ആദ്യം എത്തട്ടെ എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ പ്രാർത്ഥനയും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അവരെ എത്രയും പെട്ടെന്ന് അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആര് തന്നെ ആയാലും അവരെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കാരണം ഒരു എടവണ്ണപ്പാറ സ്വദേശിയുടെ സിം കാർഡിൽ നിന്നും ഒരേ നമ്പറിൽ നിന്നും ഇവർക്ക് 2 പേർക്കും കോള് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സംശയം ബാക്കി നിൽക്കുന്നു. അതേപോലെ ഇപ്പം പോലീസുകാരെ കോൾ റെക്കോർഡ്സ് ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ആ വോയിസ് അവർ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ശുഭ വാർത്ത കേൾക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പം എന്തായാലും കുട്ടികൾക്ക് എന്ത് പറ്റി, എന്താണ് വിഷയം, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, ഇല്ല സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, ഇല്ല കൂട്ടുകാരുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടായോ എന്നൊക്കെയാണ്. കാരണം ഇന്നത്തെ കാലം ഭയങ്കര മോശമാണ്. ഒന്നാമത് ലഹരി എന്ന കാലൻ എന്ന് ഈ നാട്ടിൽ കാല് കുത്തിയോ അന്നത്തോടുകൂടി മക്കളെല്ലാം നശിച്ചു. അതുകൊണ്ട് ലഹരിക്ക് അടിമപ്പെടാതെയും
പിന്നെ വേറെ ഒരു തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടിലും ചെന്ന് പെടാതെയും ആ കുഞ്ഞ് സേഫായിട്ട് ആ ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചേരണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ തിരിച്ചു വരിക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.